നമസ്കാരം. കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറികൾ അവസാനിക്കില്ല എന്നതിന്റെ ഉദാഹരണമാണ് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. കോൺഗ്രസുകാർ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ചാണ്ടി ഉമ്മൻ MLA വ്യക്തമാക്കുന്നത്. അതായത് കോൺഗ്രസുകാർ തന്നെ കോൺഗ്രസുകാരെ തന്നെ കുത്തുകയാണ്. ഇതിലാണോ പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയുന്നത്? സർക്കാരിനെതിരെയാണ് കുത്തുവാക്കുമായി നടക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇതൊന്നും അറിയുന്നില്ലേ എന്നാണ് എന്റെ സംശയം. മരിച്ച് 1.5 വർഷമായിട്ടും ഉമ്മൻചാണ്ടിയെ വെറുതെ വിടുന്നില്ല. മറ്റാരുമല്ല, കോൺഗ്രസുകാർ തന്നെയാണ്. പിതാവിന്റെ പേര് പറഞ്ഞ് എന്നെ വ്യക്തിപരമായി ആക്രമിക്കുകയാണെന്നും അധിക്ഷേപങ്ങൾ വേദനിപ്പിക്കുന്നു എന്നും ചാണ്ടി ഉമ്മൻ പറയുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തുടങ്ങിയ ആക്രമണം തുടരുകയാണ്. പാർട്ടിയിൽ സ്ഥാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കോൺഗ്രസുകാരൻ തന്നെ ആയിരിക്കുമെന്നാണ്, പാർട്ടിയെ അനുസരിക്കുമെന്നും ഒക്കെയാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. പക്ഷെ താമസിയാതെ ഇനി മറ്റൊരു മുന്നണിയിൽ ഇദ്ദേഹത്തെ കാണാമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഭാഗമായുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. എന്നാൽ ഇക്കാര്യം ചാണ്ടി ഉമ്മൻ ഒരിക്കലും പരസ്യമായി സമ്മതിക്കുന്നില്ല. അതായത് സന്ദീപ് വാര്യർ BJP-യിൽ നിന്നും ഇങ്ങോട്ട് വന്നതുപോലെ ഈ കാര്യവും ഇനി തന്നെ സംഭവിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. BJP-യിൽ നിന്ന് സന്ദീപ് ഇങ്ങോട്ട് വന്നു എങ്കിൽ ചാണ്ടി ഉമ്മൻ ഇവിടെ നിന്ന് BJP-യിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെ ഫോട്ടോ പുതിയ വെക്കാനായി മാറ്റിയതിനെ തുടർന്നാണ് താനും കുടുംബവും വ്യക്തിപരമായ ആക്രമണങ്ങൾ നേരിടുകയാണെന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. അതേസമയം ചാണ്ടി ഉമ്മനെ അനുകൂലിച്ച KPCC അംഗത്തെ പാർട്ടി മാധ്യമ വക്താവ് സ്ഥാനത്ത് നിന്നും പുറത്താക്കിയിരിക്കുന്നത്. KC യൂത്ത് കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ JS അഖിലിനെയാണ് വക്താവ് സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. ഇതിലൂടെ വ്യക്തമാകുന്ന എന്താണ്? ബുദ്ധിയുള്ളവർക്കെല്ലാം വായിക്കാമല്ലോ. പാർട്ടിക്ക് ചാണ്ടി ഉമ്മനുള്ള പരസ്യമായ അതിർത്തി തന്നെയാണ് ഈ പുറത്താക്കലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. KPCC മാധ്യമ പാനൽ ഗ്രൂപ്പിൽ നിന്നും അഖിലിനെ നീക്കി. ചാണ്ടി ഉമ്മനെ പിന്തുണച്ച് ചാനൽ ചർച്ചകൾ പങ്കെടുത്തു എന്ന് ആരോപിച്ചാണ് മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള ദീപ്തി മേരി വർഗീസ് ആണ് KPCC വക്താക്കളുടെ ഗ്രൂപ്പിൽ നിന്നും അഖിലിനെ പുറത്താക്കിയത്. ഇക്കാര്യം അന്വേഷിച്ച് വിളിച്ച മാധ്യമ പ്രവർത്തകരോട് അഖിൽ ഇനി മാധ്യമ വക്താവ് സ്ഥാനത്ത് ഉണ്ടാവില്ല എന്നാണ് വ്യക്തമാക്കിയത്. KPCC മാധ്യമ വിഭാഗത്തിന്റെ അനുമതിയില്ലാതെയാണ് അഖിൽ ചർച്ചയിൽ പങ്കെടുത്തത് എന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. എന്നാൽ ഇക്കാര്യത്തിൽ തന്റെ അഭിപ്രായം പരിഗണിച്ചിട്ടില്ല എന്നും അഖിൽ പറയുന്നു. ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്നല്ല അഖിലിനെ പുറത്താക്കിയതെന്നും KPCC നേതൃത്വത്തിന്റെ പ്രതികരണം. ചർച്ചകൾ പങ്കെടുക്കുന്നവരെ ഉൾപ്പെടുത്തിയുള്ള ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ല എന്നാണ് സംഘടന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M ലിജു പ്രതികരിച്ചത്. അതേസമയം ഔദ്യോഗിക സ്വഭാവത്തിലാണ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതെന്നും VD സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി എന്നുമാണ് അഖിലിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. അപ്പൊ എന്തായാലും ഇത് ആരാണ്? VD സതീശൻ ഒരിക്കലും ചാണ്ടി ഉമ്മൻ അനുകൂലമല്ല എന്നാണ് അപ്പൊ ഈ കാര്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. സമൂഹ മാധ്യമങ്ങൾ റീൽസ് ഇട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ മാത്രമാണ് നേതൃത്വം പരിഗണിക്കുന്നതെന്നും തുറന്നു പറച്ചിലുമായി KPCC അംഗം JSS അഖിൽ പറയുന്നു. ചാണ്ടി ഉമ്മനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ല. അഭിപ്രായം പറഞ്ഞതിന്റെ പേര് പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെങ്കിൽ ആരും കരുതേണ്ട. ആരുടെയും നിർദ്ദേശപ്രകാരമാണ് ഇക്കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിന് തിരിച്ചടി കൃത്യമായി നൽകുമെന്ന് അഖിൽ പറയുന്നുണ്ട്.